CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടൻ അറസ്റ്റ് ചെയ്തേക്കുമെന്ന് അതീവ നിർണായക സൂചനകൾ പുറത്തുവരുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ വസതിയിലടക്കം നടന്ന നാടകീയമായ മിന്നൽ പരിശോധനകൾക്ക് പിന്നാലെ വീണയുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ വേഗത്തിൽ നീങ്ങുകയാണെന്നാണ് ഡൽഹിയിൽ നിന്നുള്ള ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചന. അന്വേഷണം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലായി കിടന്നിരുന്ന 18.36 കോടിയോളം രൂപ ഇഡി ഇതിനകം മരവിപ്പിച്ചു കഴിഞ്ഞു. 242ഓളം ബാങ്ക് അക്കൗണ്ടുകളാണ് കേന്ദ്ര ഏജൻസി ഒരൊറ്റ നീക്കത്തിൽ ലോക്ക് ചെയ്തിരിക്കുന്നത്. ഈ അക്കൗണ്ടുകളിലൂടെയുള്ള കോടികളുടെ പണമിടപാടുകളുടെ ഉറവിടവും വിനിയോഗവും വ്യക്തമാക്കുന്ന രേഖകൾ ഇഡി അതീവ രഹസ്യമായി വിശകലനം ചെയ്തു വരികയാണ്. ഈ പശ്ചാത്തലത്തിൽ ഇഡിയുടെ അടുത്ത നീക്കം ചോദ്യം ചെയ്യലിനായുള്ള കസ്റ്റഡിയിലെടുക്കലോ അതല്ലെങ്കിൽ നേരിട്ടുള്ള അറസ്റ്റോ ആകാനാണ് സാധ്യതയെന്ന് നിയമവിദഗ്ധർ വിലയിരുത്തുന്നു. അറസ്റ്റ് തടയുന്നതിനായി ടി വീണ വരും ദിവസങ്ങളിൽ കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചേക്കുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരം. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇഡി ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ അതീവ ഗുരുതരമായതിനാൽ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിക്കുന്നത് അനിവാര്യമാണെന്ന് നിയമോപദേശം എക്സാലോജിക് അധികൃതർക്ക് ലഭിച്ചതായാണ് റിപ്പോർട്ട്. എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷയെ ശക്തമായി ചെറുക്കാനും കൃത്യമായ ഡിജിറ്റൽ തെളിവുകൾ നിരത്തി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുമാണ് ഇഡിയുടെ നീക്കം. ഹൈക്കോടതിയിൽ നിന്ന് മുൻപ് ലഭിച്ചിരുന്ന താൽക്കാലിക ആശ്വാസങ്ങൾ നീങ്ങിയതോടെ ഇഡിക്ക് മുന്നിൽ ഇനി നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല. ഒരു വിവരസാങ്കേതിക വിദ്യ സംബന്ധിച്ച കൺസൾട്ടൻസി സേവനവും നൽകാതെ CMRൽ നിന്ന് 2.78 കോടി രൂപ എക്സാലോജി കൈപ്പറ്റിയതും മറ്റ് ഉപകമ്പനികളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വായ്പയായി വാങ്ങിയതുമെല്ലാം കള്ളപ്പണത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഇഡി ഉറപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 182 കോടിയോളം രൂപ CMRൽ വ്യാജമായി പിൻവലിച്ച് വിവിധ വ്യക്തികൾക്ക് നൽകിയെന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കണ്ടെത്തൽ കൂടി ഇഡിക്ക് മുന്നിലുണ്ട്. ഇതോടെ ഏതു നിമിഷവും അറസ്റ്റ് ഉണ്ടായേക്കാമെന്ന ഭീതിയിലാണ് CPM ക്യാമ്പ്. വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാമെന്ന അതീവ ഭീതിജനകമായ അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കേരളീയ രാഷ്ട്രീയത്തെയും വ്യവസായ മേഖലയെയും ഒരുപോലെ ഒലിച്ചുകൊണ്ട് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ്, എക്സാലോജിക് സൊല്യൂഷൻസ് എന്നീ കമ്പനികളെ കേന്ദ്രീകരിച്ച് ഇഡി അന്വേഷണം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാനത്ത് പുകഞ്ഞുകൊണ്ടിരുന്ന വിവാദങ്ങൾക്കാണ് കേന്ദ്ര ഏജൻസിയുടെ ഒരേ സമയത്തുള്ള മിന്നൽ പരിശോധനകളോടെ പുതിയൊരു വഴിതിരിവുണ്ടായിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ, CMRL മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്ത എന്നിവരടക്കമുള്ള പ്രമുഖരെ ലക്ഷ്യമിട്ടാണ് ഇഡിയുടെ കൊച്ചിൻ സോൺ നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിലെയും കർണാടകത്തിലെയും 10ഓളം പ്രമുഖ കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം ഇഡി സംഘം പരിശോധന നടത്തിയത്. കോട്ടയം, എറണാകുളം, കണ്ണൂർ, തിരുവനന്തപുരം, ബംഗളൂരു എന്നിവിടങ്ങളിലെ ഓഫീസുകളിലും ഉന്നതരുടെ വസതികളിൽ ഇഡി ഉദ്യോഗസ്ഥർ ഒരേ സമയം ഇരച്ചുകയറുകയായിരുന്നു. CMRL എന്ന പൊതുലിസ്റ്റഡ് കമ്പനിയുടെ മറവിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുകളും കള്ളപ്പണം വെളുപ്പിക്കലുമെന്ന അതീവ ഗുരുതരമായ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ ശേഖരിക്കാനാണ് ഈ വിപുലമായ പരിശോധനയെന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. CMRLന്റെ സാമ്പത്തിക ഇടപാടുകൾ വർഷങ്ങളായി സംശയത്തിന്റെ നിഴലിലായിരുന്നു. പൊതുജനങ്ങൾക്ക് 48.75%, സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് 13.41% ഓഹരി പങ്കാളിത്തമുള്ള ഒരു കമ്പനിയാണിത്. എന്നാൽ പൊതുപണത്തിന്മേൽ കൃത്യമായി മേൽനോട്ടം വഹിക്കേണ്ട ഈ സ്ഥാപനത്തിൽ 130 കോടിയോളം രൂപയുടെ വ്യാജ ചെലവുകൾ കാണിച്ചതായി മുൻപ് ആദായനികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു. ഈ തുക കമ്പനി ഉദ്യോഗസ്ഥർ തന്നെ പിന്നീട് ആദായനികുതി സെറ്റിൽമെന്റ് കമ്മീഷന് മുന്നിൽ സമ്മതിച്ചതുമാണ്. ഉന്നതർക്ക് കൈക്കൂലിയായി നൽകാനാണ് ഈ വ്യാജ അക്കൗണ്ടുകൾ ചമച്ചതെന്ന കണ്ടെത്തലാണ് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഈ കേസിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മാനം വരുന്നത് മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിന് CMRL നൽകിയ പണത്തെ ചൊല്ലിയാണ്. ഒരു വിവരസാങ്കേതിക വിദ്യ സംബന്ധിച്ച കൺസൾട്ടൻസി സേവനവും നൽകാതെ തന്നെ എക്സാലോജിക് കമ്പനിക്ക് CMRL നിന്ന് 2.78 കോടി രൂപ ലഭിച്ചതായാണ് ഇഡി ആരോപിക്കുന്നത്. ഇത് വെറുമൊരു സേവനവേതനമല്ലെന്നും മറിച്ച് അവിശുദ്ധമായ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് സമ്പാദിച്ച കള്ളപ്പണത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നുമാണ് കേന്ദ്ര ഏജൻസിയുടെ നിഗമനം. ഇതിനു പുറമെ ശശിധരൻ കർത്തായുടെ നിയന്ത്രണത്തിലുള്ള മറ്റൊരു കമ്പനി എക്സാലോജിക്കിന് 50 ലക്ഷം രൂപ വായ്പയായി നൽകിയതും തിരിച്ചടവ് മുടങ്ങിയിട്ടും നടപടിയുണ്ടാകാത്തതും ഇഡി ചൂണ്ടിക്കാണിക്കുന്നു. അന്വേഷണത്തിനെതിരെ CMRL അധികൃതർ മുൻപ് നിയമപരമായ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചിരുന്നു. ഇഡിയുടെ പണമിടപാട് നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണങ്ങൾക്ക് അടിസ്ഥാനപരമായ കുറ്റകൃത്യങ്ങൾ ഇല്ലെന്ന് കാണിച്ച് കമ്പനി ഹൈക്കോടതിയെ സമീപിക്കുകയും താൽക്കാലികമായി അനുകൂല ഉത്തരവ് നേടുകയും ചെയ്തിരുന്നു. എന്നാൽ CMRLന്റെ അപ്പീൽ പൂർണ്ണമായി തള്ളിക്കൊണ്ട് ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി അന്വേഷണ ഏജൻസികൾക്ക് വലിയ ഊർജ്ജമാണ് നൽകിയത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ചള്ളശരള എറണാകുളം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം തന്നെ അന്വേഷണം തുടരാൻ പര്യാപ്തമാണെന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കണ്ടെത്തലുകൾ പ്രകാരം കമ്പനിയിൽ നടന്നിരിക്കുന്നത് സങ്കല്പിക്കാൻ കഴിയാത്തത്ര വലിയ കോർപ്പറേറ്റ് തട്ടിപ്പുകളാണ്. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയും മകൻ ശരൺ കർത്തയും ചേർന്ന് മാത്രം ഡിവിഡൻഡ് നൽകാതെ 30.63 കോടി രൂപ കൈപ്പറ്റിയതായി റിപ്പോർട്ടിൽ പറയുന്നു. അതിലും ഞെട്ടിക്കുന്നത് കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 182 കോടിയോളം രൂപ കമ്പനിയിൽ നിന്ന് വ്യാജമായി പിൻവലിച്ച് വിവിധ വ്യക്തികൾക്ക് കൈക്കൂലി നൽകാൻ ഉപയോഗിച്ചു എന്ന ആരോപണമാണ്. ശശിധരൻ കർത്തായുടെ കുടുംബത്തിന്റെ കീഴിലുള്ള ഗതാഗത കമ്പനികൾക്ക് മാത്രം 91 കോടിയോളം രൂപ നൽകിയതായും രേഖകൾ വ്യക്തമാക്കുന്നു. തുടർച്ചയായുണ്ടാകുന്ന ഇത്തരം കണ്ടെത്തലുകൾ ഭരണകക്ഷിയായ CPMനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്.
കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുകയാണെന്ന് സ്ഥിരം പ്രതിരോധം പാർട്ടി ഉയർത്തുന്നുണ്ടെങ്കിലും കോടതികളിൽ നിന്ന് തുടർച്ചയായി തിരിച്ചടികൾ നേരിടുന്നത് പാർട്ടിയുടെ വിശ്വാസത്തിക്ക് വലിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പൊതുപണം അടങ്ങിയ വലിയൊരു തുകയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതും കോർപ്പറേറ്റ് തട്ടിപ്പുകൾ ഒന്നൊന്നായി പുറത്തുവരുന്നതും അണികൾക്കിടയിലും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. കേസിലെ നിർണായക കണ്ണികളായ ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ പ്രമുഖരെയും വരും ദിവസങ്ങളിൽ ED വിശദമായി ചോദ്യം ചെയ്യും. അക്കൗണ്ടുകൾ ലോക്ക് ചെയ്തതോടെ പണത്തിന്റെ ഒഴുക്ക് എങ്ങോട്ടേക്കായിരുന്നു എന്ന് കൃത്യമായി കണ്ടെത്താൻ EDക്ക് സാധിച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക ഇടപാടുകളിൽ പങ്കാളികളായ വലിയൊരു നിര തന്നെ ഇനിയും പുറത്തുവരാനുണ്ടെന്നാണ് കേന്ദ്ര ഏജൻസികൾ നൽകുന്ന സൂചന. സംസ്ഥാനത്തെ ഭരണ നേതൃത്വത്തിന്റെ മൗനവും ഈ വിഷയത്തിൽ വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. വ്യവസായ സ്ഥാപനങ്ങളുടെ മറവിൽ നടക്കുന്ന ഇത്തരം കോടികളുടെ അഴിമതികൾ സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാകുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയം രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അന്വേഷണം കൂടുതൽ ശക്തമാകുന്നതോടെ വരും ദിവസങ്ങളിൽ നാടകീയമായ പല രംഗങ്ങളും കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരും. CMRL കമ്പനിയിൽ നിന്ന് പണം പറ്റിയിട്ടുള്ള മറ്റു രാഷ്ട്രീയ നേതാക്കളുടെയും പട്ടിക ED തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് വിവരം. ഇത് മുന്നണി വ്യത്യാസമില്ലാതെ പല പ്രമുഖരെയും വെട്ടിലാക്കാൻ സാധ്യതയുണ്ട്. EDയുടെ ഈ കടുത്ത നടപടികൾ കോർപ്പറേറ്റ് ലോകത്തും വലിയ ആശങ്ക പരത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വഴിവിട്ട സാമ്പത്തിക സഹായങ്ങൾ നൽകുന്ന കമ്പനികൾക്ക് ഇതൊരു ശക്തമായ മുന്നറിയിപ്പാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ അക്കൗണ്ടുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് ED വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഈ അന്വേഷണ പരമ്പരയുടെ ഏറ്റവും നിർണായകമായ ഘട്ടമായിരുന്നു തിരുവനന്തപുരത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ താമസിക്കുന്ന വസതിയിൽ ഇന്നലെ ED നടത്തിയ റെയ്ഡ്. T വീണ ഇവിടെയാണ് താമസമെന്ന് കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഏജൻസി പരിശോധനയ്ക്കെത്തിയത്. റെയ്ഡ് സമയത്ത് മുൻ മുഖ്യമന്ത്രിയും വസതിയിൽ സന്നിഹിതനായിരുന്നു. രാഷ്ട്രീയമായി അതീവ സുരക്ഷയുള്ള ഈ മേഖലയിൽ കേന്ദ്ര ഏജൻസി നടത്തിയ പരിശോധന കേരള രാഷ്ട്രീയത്തിൽ വലിയ പുകിലുകൾക്ക് കാരണമായിട്ടുണ്ട്. തിരുവനന്തപുരത്തെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ED ഉദ്യോഗസ്ഥർക്ക് നേരെ CPM പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായ ആക്രമണം കേസിന് മറ്റൊരു ക്രമസമാധാനമാനം നൽകി. യാതൊരുവിധ പ്രകോപനവുമില്ലാതെയാണ് ഒരു സംഘം ആളുകൾ കമ്പികളും കല്ലുകളുമായി ED ഉദ്യോഗസ്ഥരുടെ കേന്ദ്ര സുരക്ഷാ സേനാംഗങ്ങളുടെയും വാഹനങ്ങൾ ആക്രമിച്ചത്. ആക്രമണത്തിൽ ഒരു വാഹനത്തിന്റെ ഡ്രൈവർക്ക് കണ്ണിന് ഗുരുതരമായി പരിക്കേൽക്കുകയുണ്ടായി. എന്നാൽ ഈ ആക്രമണങ്ങൾക്കിടയിലും നിയമപരമായ വഴിയിൽ നിന്ന് വ്യതിചലിക്കാതെ ജനക്കൂട്ടത്തിന് നേരെ തിരിയാതെ തികഞ്ഞ ആത്മസംയമനത്തോടെയാണ് സുരക്ഷാസേന പ്രവർത്തിച്ചതെന്ന് ED വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തെ ക്രമസമാധാന നില പൂർണ്ണമായി തകർന്നുവെന്ന വിലയിരുത്തലിൽ ഇനി നടക്കാനിരിക്കുന്ന എല്ലാ നിർണായക നീക്കങ്ങൾക്കും തദ്ദേശീയ പോലീസിനെ പൂർണ്ണമായി ഒഴിവാക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചതായാണ് വിവരം. അടുത്ത ഘട്ടത്തിൽ T വീണയെ ലക്ഷ്യമിട്ട് ED സംഘം എത്തുമ്പോൾ പൂർണ്ണമായും കേന്ദ്ര സുരക്ഷാ സേനയുടെ കനത്ത സുരക്ഷാ വലയത്തിലായിരിക്കും അവർ വന്നിറങ്ങുക. സംഭവത്തിൽ തിരുവനന്തപുരം പോലീസിൽ ED ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട്.